മാന്നാർ കലാക്കേസിലെ പ്രതികൾ റിമാൻഡിലായി. പോലീസ് കസ്റ്റഡിയിലായിരുന്ന പ്രതികളെ 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത്. പ്രതികളുടെ ജാമ്യ ഹർജി നാളെ പരിഗണിക്കും. അതേസമയം ഒന്നാം പ്രതി അനിൽകുമാറിന് ഇതുവരെ നാട്ടിലെത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുന്നു. നിഷ, വിവരങ്ങൾ എന്താണ്? ലക്ഷ്മി, കഴിഞ്ഞ 9 ദിവസമായി ഈ 3 പ്രതികളും പോലീസിന്റെ കസ്റ്റഡിയിലായിരുന്നു. 3 പ്രതികളെയും പോലീസും ഒപ്പം തന്നെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരും ചോദ്യം ചെയ്തു വരികയായിരുന്നു. പിന്നീട് ഇന്ന് പോലീസ് കസ്റ്റഡി കാലാവധി കഴിഞ്ഞതോടുകൂടി പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി. ഈ പ്രതികളെ 14 ദിവസത്തേക്കാണ് കോടതി റിമാൻഡ് ചെയ്തിട്ടുള്ളത്. പ്രതികളുടെ ജാമ്യ ഹർജി നാളെ പരിഗണിക്കുന്നുണ്ട്. അതേസമയം കേസിലെ നിർണായകമായ ഒരു ചോദ്യം ചെയ്യൽ എന്ന് പറയുന്നത് ഒന്നാം പ്രതിയായ അനിൽകുമാറിന്റേതാണ്. പക്ഷെ അത് ഇതുവരെ അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. റെഡ് കോർണർ നോട്ടീസ് അടക്കമുള്ളവ അനിൽകുമാറിനായി പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഏത് വിമാനത്താവളത്തിൽ വന്നിറങ്ങിയാലും പിടികൂടുന്നതിനായി ഉള്ള ഒരു സാങ്കേതിക തടസ്സമൊക്കെ എന്തായാലും മാറ്റിയിട്ടുണ്ട്. അനിൽകുമാറിനെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാൻ കഴിയുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. ഈ കല്ലയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിൽ ഓരോ ദിവസവും ഈ പ്രതികൾ മൊഴി മാറ്റി പറയുകയും ഒപ്പം തന്നെ പ്രതികളുടെ മൊഴി അനുസരിച്ചുള്ള തിരച്ചിലുകൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. പ്രതികൾ മൊഴി മാറ്റി പറയുന്നത് അന്വേഷണ സംഘത്തിന് വളരെ അധികം ബുദ്ധിമുട്ട്, അതായത് ഈ കേസുമായി മുന്നോട്ട് പോകാൻ വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം 15 വർഷത്തിന് മുൻപ് നടന്ന ഒരു കൊലപാതകമാണ്. അതുകൊണ്ട് തന്നെ തെളിവുകൾ വളരെ അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ ഈ കേസ് കോടതിയിൽ നിലനിൽക്കുകയുള്ളൂ. അതുകൊണ്ട് എത്രയും കൂടുതൽ തെളിവുകൾ ശേഖരിച്ച് മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ് അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാനുള്ള നടപടികളും എത്രയും പെട്ടെന്ന് അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് അന്വേഷണ സംഘം. ലക്ഷ്മി. ശരി നിഷ.